നമുക്ക് ഈസി ആയിട്ട് നല്ല ക്രിസ്പി ചിക്കനും നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയുള്ള ഒരു ചില്ലി ചിക്കൻ അത് വീട്ടിൽ എങ്ങനെ സിമ്പിളായിട്ട് ചെയ്യുന്നതെന്ന് നോക്കിയാലോ. അതിനായിട്ട് നമുക്ക് കഴുകി വൃത്തിയാക്കിയ ചിക്കൻ എടുക്കാം. അത് ബോൺലെസ് പീസ് നല്ല ചെറുതായിട്ട് കട്ട് ചെയ്ത പീസാണ് ഏറ്റവും നല്ലത്. ഞാനിവിടെ 250 ഗ്രാം ചിക്കനാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസ്, 1 ടേബിൾ സ്പൂൺ മൈദപ്പൊടി, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ ഉപ്പ്, പിന്നെ 1 എഗ്ഗ്. അത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്താൽ മതിയേ. അത്രയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് അതിൽ നിന്ന് സോക്ക് ചെയ്ത് കിടക്കുന്ന രീതിയില്ലേ, ആ രീതിയിൽ നമുക്കൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ നമുക്ക് നല്ലതുപോലെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ആ സോയാ സോസും മസാലകളും എല്ലാം നമ്മുടെ ചിക്കനിലേക്ക് നല്ല ഊറി പിടിക്കാനായിട്ട് ഈ റെസ്റ്റിംഗ് ടൈം ഹെൽപ്പ് ചെയ്യും കേട്ടോ. ആ ടൈമിൽ നമുക്ക് 2 പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, 2 പച്ചമുളക് നീളത്തിലരിഞ്ഞും ഇഞ്ചി വെളുത്തുള്ളിയും ചോപ്പ് ചെയ്തെടുക്കാം. പിന്നെ 1 സവാള, അത് നമുക്ക് അല്പം വലുതായിട്ടുള്ള രീതിയിൽ ക്യൂബായിട്ട് കട്ട് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ക്യാപ്സിക്കം നമുക്ക് ഗ്രീൻ മാത്രം ചേർത്താലും മതി, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ 3 കളർ ഉള്ളതുണ്ടെങ്കിൽ അതും എടുക്കാം. അതും നമുക്ക് ക്യൂബായിട്ട് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ ഈ വെജിറ്റബിൾ എല്ലാം കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് ഇതിന്റെ പ്രിപ്പറേഷനിലേക്ക് പോകാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം. സൺഫ്ലവർ ഓയിൽ ഇല്ലെങ്കിൽ ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ എടുത്താലും മതി. കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാൻ പാടില്ല. എന്നിട്ട് നമ്മുടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസ് എല്ലാം ഇതിലേക്ക് ഇടണം. എന്നിട്ട് നമുക്ക് ആദ്യം കുറച്ച് ഹൈ ഫ്ലെയിമിൽ പിന്നെ മീഡിയം ഫ്ലെയിമിലായിട്ട് ഇട്ടിട്ട് നമുക്ക് ഇതെല്ലാം ഒന്ന് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്ത് ഈ ചിക്കൻ എല്ലാം ഒന്ന് മൊരിഞ്ഞ് വരുമ്പോഴത്തേക്കിനും അതെടുക്കാം. അതെടുത്ത് മാറ്റിയതിന് ശേഷം ആ ഓയിൽ മാറ്റണ്ട കേട്ടോ, അതേ ഓയിലിൽ തന്നെ നമുക്ക് പ്രിപ്പയർ ചെയ്യാം. കാരണം ഇത്രയും ഓയിൽ അല്ലെങ്കിൽ വേസ്റ്റ് ആവും. ഇനി ആ ഓയിലിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചോപ്പ് ചെയ്തതും 2 പച്ചമുളകും ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് സോട്ട് ചെയ്യാം. നല്ല സോട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ക്യൂബായിട്ട് കട്ട് ചെയ്ത് വെച്ചിരുന്ന ഓനിയനും ക്യാപ്സിക്കവും അതിനകത്ത് ചേർക്കാം. എന്നിട്ട് ഫ്ലെയിം നല്ല കൂട്ടി വെച്ചിട്ട് തന്നെ നമ്മളതൊന്ന് സോട്ട് ചെയ്തെടുക്കണം കേട്ടോ. അന്നേരം നമ്മുടെ ക്യാപ്സിക്കത്തിന്റെ ഒക്കെ ഉണ്ടല്ലോ, ആ ക്രിസ്പിനെസ് അങ്ങ് പോവാതെ നല്ലതുപോലെ കിട്ടും. ഇനി അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ സോയാ സോസും 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ്, റെഡ് ചില്ലി സോസോ ഗ്രീൻ ചില്ലി സോസോ എടുക്കാം. 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും ആഡ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ആ മിക്സ് ചെയ്തതിന് ശേഷം ഒരു 1/2 ടീസ്പൂൺ വിനെഗർ ആഡ് ചെയ്യാം. 1 കപ്പ് വെള്ളവും കൂടെ ചേർക്കാം. എന്നിട്ട് ഇത് നല്ലതുപോലെ അങ്ങോട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളത്തിനകത്ത് 1 ടീസ്പൂൺ കോൺഫ്ലോർ കലക്കി ഒഴിച്ചിട്ട് അത് നമുക്ക് തിളപ്പിച്ച് നല്ലപോലെ ഒന്ന് തിക്കായി വരത്തില്ലേ, അപ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ എല്ലാം ആഡ് ചെയ്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ള പെപ്പർ പൗഡർ, അത് നമ്മുടെ ടേസ്റ്റിനും നമ്മുടെ എരിവിനും ആവശ്യത്തിനും നമുക്ക് ചേർക്കാം. അത് ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് കഴിഞ്ഞാൽ നമ്മുടെ ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റിലുള്ള ചില്ലി ചിക്കനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.